ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉണക്കച്ചെമ്മീൻ കൊണ്ടുണ്ടാക്കുന്ന ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. അഥവാ ഉണക്കച്ചെമ്മീൻ ചമ്മന്തി എന്നും പറയാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓയിലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 250 കപ്പിൽ പകുതിയോളം ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇനി വറുത്തെടുക്കലാണ് ആദ്യം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ആദ്യം ഒന്ന് വെള്ളം വറ്റി വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും. വെള്ളം വറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി വന്നോളും. കളറ് മാറിയിട്ട് ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു സമയത്ത് നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 6 വറ്റൽ മുളക്, എരിവുള്ള മുളക് ചേർത്ത് കൊടുത്തിട്ട് ഇതും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കലാണ്. അപ്പോൾ ഇതും ജസ്റ്റ് ഒന്ന് കളർ മാറിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ നമ്മൾ 250 കപ്പിൽ അരക്കപ്പ് വറുത്തെടുത്ത ഉണക്കച്ചെമ്മീനുണ്ട്. ഇനി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൊലി കളഞ്ഞെടുത്ത ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത 6 വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് തേങ്ങ എടുക്കണം. ഇപ്പം ഞാൻ 1 കപ്പ് തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അരക്കപ്പ് ചെമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് തേങ്ങ. 1 കപ്പ് ചെമ്മീനാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് തേങ്ങ. ആ ഒരു രീതിയിൽ എടുത്താൽ നമ്മുടെ ചട്നി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുഴുവനായിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ അരക്കുമ്പോൾ ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് കൂട്ടിയിട്ട് നല്ല പോലെ ഇത് നൈസായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്, അസ്സലാമു അലൈക്കും.